വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുപറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം, അതിശയങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കെ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 35 വാക്യം. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെഴുത്തിൻ്റെ ഭാഗം യാക്കോബിനെ കുറിച്ച് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. യോസഫ് മരിച്ചു, യോസഫ് തീർന്നു എന്ന ഒരു വാർത്ത യാക്കോബ് കേൾക്കുമ്പോൾ തൻ്റെ പ്രതികരണമാണ് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ശക്തമായി പറയുവാൻ ഏൽപ്പിച്ച ദൂത് ഇതാ: വാഗ്ദത്തം ജീവിക്കുന്നു, വാഗ്ദത്തം മരിച്ചിട്ടില്ല, വാഗ്ദത്തം ജീവിക്കുന്നു. ദൈവം യാക്കോബിന് ഇത് മറച്ചു വെച്ചു. യാക്കോബ് പ്രാർത്ഥിക്കുന്ന യാക്കോബ, ദർശനം കാണുന്ന യാക്കോബ ഒരു രാത്രി പോലും തൻ്റെ മകനെക്കുറിച്ച്, യോസഫിനെക്കുറിച്ച് ദൈവം ദർശനം കൊടുത്തില്ല. ദൈവം മറച്ചു വെച്ചു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്ത് ആഴമായി ഇടപെടുന്ന ദൂത്: വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു. ഇനി അത് നടക്കത്തില്ലെന്ന് ആരൊക്കെ വന്ന് നേരിട്ട് പറഞ്ഞാലും, ഇനി അത് നടക്കത്തില്ല എന്ന് വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞാലും ആ ഫോഷ്കിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ, ദൈവത്തിൻ്റെ ആലോചനയിൽ, ദൈവത്തിൻ്റെ അരുളപ്പാടിൽ, ദൈവത്തിൻ്റെ ദൂതിൽ വിശ്വസിക്കുവാൻ ഇടയായ വാഗ്ദത്തങ്ങളുടെ ജീവൻ്റെ അനുഭവങ്ങളെ കൺമുമ്പിൽ വെളിപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ, അധികാരത്തിൻ്റെ, ശക്തിയുടെ കരം കണ്ട് സന്തോഷിപ്പാൻ ഇടയാകും. എൻ്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, പുത്രന്മാരും പുത്രിമാരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ വന്നു യാക്കോബിനെ. എന്നാൽ അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ല എന്ന് വചനം പറയുക. യാക്കോബിന് മനസ്സില്ലാതിരിക്കുകയാണ്, മനസ്സൊരുക്കപ്പെടുന്നില്ല ആശ്വാസം കൈക്കൊള്ളുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് വ്യക്തമായി ചില ദൂതുകൾ ഇടപെടുക. പല വഴികൾ തുറന്നു വന്നിരുന്നുണ്ട്, എന്നാൽ അതൊന്നും കൈക്കൊള്ളുവാനൊരു മനസ്സില്ല. ചില വാതിലുകളൊക്കെ തുറക്കുന്നുണ്ട്, എന്നാൽ അത് കൈക്കൊള്ളുവാൻ, അത് സ്വീകരിക്കുവാനുള്ള മനസ്സില്ല. എന്താ കാരണം? ആ മനസ്സില്ലാത്തതിൻ്റെ കാരണം എന്താ? അത് വാഗ്ദത്തങ്ങളല്ലാത്തത് കൊണ്ട്, അത് ദൈവഹിതമല്ലാത്തത് കൊണ്ട്, അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തത് കൊണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ എപ്രകാരമൊക്കെ വഴികൾ തുറന്നാലും ചിലപ്പോൾ അത് കൈക്കൊള്ളുവാൻ മനസ്സ് വയ്ക്കത്തില്ല, അതിലായിരിക്കുക മനസ്സ് വയ്ക്കത്തില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ മേലുള്ള വാഗ്ദത്തം ഇതല്ല, എൻ്റെ മേലുള്ള ദൈവ ഇഷ്ടം ഇതല്ല, എൻ്റെ മേലുള്ള ദൈവ പദ്ധതി ഇതല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇന്ന് ഹൃദയതലങ്ങളിൽ ആഴമായി ഈ ശബ്ദം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു. മനസ്സ് വരുന്നില്ല. എൻ്റെ കാരണം മറ്റൊന്നുമല്ല. എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റെ വാഗ്ദത്തവാ. അമേ, വാഗ്ദത്തമുള്ള ജോലി, വാഗ്ദത്തമുള്ള ബിസിനസ്, വാഗ്ദത്തമുള്ള രാജ്യം, വാഗ്ദത്തമുള്ള തലമുറയുടെ ഭാവി, അതാ അതിലേ മനസ്സ് വയ്ക്കത്തുള്ളൂ. ഏതെങ്കിലും മേഖലയിൽ മനസ്സ് അസ്വസ്ഥമായി നിൽക്കുന്നൊരു തലമാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, രാജ്യം നല്ലതായിരിക്കാം, സ്ഥിതികൾ നല്ലതായിരിക്കാം, കിട്ടിയ ജോലിക്ക് നല്ലതായിരിക്കാം, പക്ഷേ അത് വാഗ്ദത്തമല്ലെങ്കിൽ നിശ്ചയവ മനസ്സ് അസ്വസ്ഥപ്പെടും. ദൈവം അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. കർത്താവ് വാഗ്ദത്തങ്ങളിലേക്ക് വഴി നടത്തും. താൽക്കാലികമായി തുറന്നിരിക്കുന്ന പദ്ധതിയിൽ ഒതുങ്ങിപ്പോകുവാനോ കുടുക്കിയിടുവാനോ ശത്രുവിന് കഴിയത്തില്ല. ദൈവം കണ്ടിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങളിലേക്ക്
നിലയിലേക്ക് ദൈവം പുറപ്പെടുവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആരോടിക്കോ അതിശക്തമായി ദൂത് ഇടപെടുകയാ. മനസ്സ് തൃപ്തി വരുത്തുന്ന നിലയിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഇതാ ജീവിതത്തിൽ സമ്പൂർണമായി സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. യാക്കോബ് ഒരു കാലത്ത് തൻ്റെ വാഗ്ദത്തം മരിച്ചു എന്ന് കേട്ടു. എന്നാൽ ദൈവം തന്നെ അത് തിരുത്തി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ തിരുത്തലുണ്ട്. ദൈവത്തിൻ്റെ വൈദ്യലെ ചില വാർത്തകൾ കേട്ട് കണ്ണുനീരൊഴുക്കുന്നൊരു കാലഘട്ടമാണോ? ചില സങ്കട വിഷയങ്ങൾ കണ്ട് മനസ്സ് തകർന്നിരിക്കുന്നൊരു അനുഭവമാണോ? അതിനെ തുടച്ചു മാറ്റുന്ന, അതിനെ തിരുത്തുന്ന ദൈവത്തിൻ്റെ കൃപ, അതിനെ തിരുത്തുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം, അതിനെ തിരുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ യാക്കോബ് അനുഭവിച്ചതുപോലെ, യാക്കോബ് കണ്ടതുപോലെ, യാക്കോബ് കേട്ടതുപോലെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാ. ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാ. ജീവിതത്തിൽ അത് നടക്കാൻ പോവാ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത യാക്കോബ് കേൾക്കുക. യോസഫ് ജീവനോടിരിക്കുന്നു. വാഗ്ദത്തം ജീവിച്ചിരിക്കുന്നു. മരിച്ചു എന്ന് പറഞ്ഞതാ, തീർന്നു എന്ന് പറഞ്ഞതാ, അസ്തമിച്ചു എന്ന് പറഞ്ഞതാ. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ കാതുകളിലെത്തുന്ന ശബ്ദവിധ, യോസഫ് ജീവനോടിരിക്കുന്നു. വാഗ്ദത്തം ജീവിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വൈദ്യലേ, വാഗ്ദത്തം ജീവിച്ചിരിക്കുന്നു. അത് തന്നെ നടക്കും, അത് തന്നെ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ, കാലങ്ങളിൽ ദൈവത്തിൻ്റെ വൻ പദ്ധതികൾ, ദൈവത്തിൻ്റെ വൻ പ്ലാനുകൾ ഇതാ ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. ആഴമായി ദൂത് വിശ്വസിക്കട്ടെ. എൻ്റെ വാഗ്ദത്തം ജീവിക്കുന്നു. എൻ്റെ വാഗ്ദത്തം മരിച്ചിട്ടില്ല. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു തരും. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥയെ, സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ കുടുങ്ങിപ്പോവുക ശത്രു നോക്കുന്നോ അവിടെ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്തങ്ങളിൽ നിർത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ കാലങ്ങളിൽ, ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നല്ലോ കർത്താവേ, അത് തന്നെ കാണട്ടെ, അതിൽ തന്നെ ജീവിക്കട്ടെ, അതിൽ തന്നെ കർത്താവേ അങ്ങേ മഹത്വപ്പെടുത്തുന്ന നിലയിൽ സാഹചര്യങ്ങളെ തിരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.